അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിഷയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ പാർട്ട്ണർ നമ്മൾ വിചാരിക്കുന്ന അത്ര നമ്മളെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നില്ലേ, നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ലേ, നമ്മൾ വിചാരിക്കുന്ന അത്ര വില അവർ തരുന്നില്ലേ, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ നടന്നു വരുന്നുണ്ടല്ലേ. കാരണം ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പം അവരെ നോക്കുന്നത് ഓൺലൈൻ വഴിയാണ്. മീൻസ് വാട്സപ്പിൽ ഇപ്പം വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ എങ്ങനെ നോക്കും? നമ്മളോടൊന്നും ചാറ്റ് ചെയ്യുന്നുണ്ടാവില്ല, വാട്സപ്പിൽ ഓൺലൈന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലേ. എന്താ പറയുക, ഒരു സലാം പറഞ്ഞിട്ടായിക്കോട്ടെ, ഒരു ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ, ഒന്നും നമ്മളോടുണ്ടാവില്ല. രാവിലെ തൊട്ടേ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ സ്ത്രീകളോടാണ് കൂടുതലായിട്ടും പറയുന്നത് കേട്ടോ. നമ്മൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ലോകം അവർ മാത്രമായിട്ട് തീരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉദിക്കുന്നത് കേട്ടോ. എന്തൊരു കാര്യത്തിനും എന്താ പറയണ്ടേ, പോട്ടെ, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തും അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചു കൊണ്ട്, തിന്നുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കേൾക്കണം. അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അവരെക്കാളും കൂടുതൽ നമ്മൾ അവരെ മാത്രം ആശ്രയിച്ചിട്ട് പിന്നെ അവരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ട് കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. വാട്സപ്പിൽ മാത്രമായിട്ടല്ല, ബാക്കി എല്ലാ കാര്യങ്ങളിലായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പാർട്ട്ണർ നമ്മളെ കുറച്ചെങ്കിലും ഒരു ബഹുമാനത്തോടെ ആയിക്കോട്ടെ, കുറച്ചെങ്കിലും നമ്മൾക്കൊരു വാല്യൂ തന്നിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിക്കോട്ടെ, അതിനെല്ലാം മുൻപോട്ട് വരുന്ന കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കൂ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങളിലേക്കൊന്ന് ഒതുങ്ങി നോക്കൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചെക്ക് ചെയ്യുന്നതല്ലേ, അത് നേരെ തിരിച്ച് ഇങ്ങോട്ടാവണ്ടേ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് അവരോടൊന്ന് ചാറ്റ് ചെയ്യാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരെ ഒന്ന് കോൾ ചെയ്യാത്തത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് അവർ മുൻഗണന തരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ എന്ത് ചെയ്തു എന്ന് നോക്കാണ്ട് നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുക. അവരില്ലാണ്ടും നമ്മൾക്ക് ജീവിക്കാം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ താനെ നിങ്ങളിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർ ഒരു കോള് വരുമ്പോഴത്തേക്ക്, ഒരു റിങ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട്, പോയി എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അവിടെ അടിക്കട്ടെ, നമ്മൾ ആ സമയം എന്തെങ്കിലും തെറ്റിപ്പിക്കുന്നല്ല കേട്ടോ പറയുന്നത്, തെറ്റിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇത് അഡിക്റ്റ് ആകുന്ന ഭർത്താക്കന്മാരെ അത്ര അധികം സ്നേഹിച്ചിട്ട് കഴിയുന്ന ഭാര്യമാരുണ്ടാവും, അഡിക്റ്റായി കഴിയുന്നവരുണ്ടാവും. അപ്പം അവരുടെ ചെറിയ ഒരു മാറ്റം ഈ വൈഫിനെ അത് താങ്ങാൻ സാധിക്കൂല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്തിനും ഒരു ലിമിറ്റേഷൻസ് വേണം എന്നുള്ളത്. ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും അതിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ അതെന്നെ എടുത്തു പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി, നമ്മളെ കാര്യങ്ങൾക്ക് പ്രാധാന്യം വാല്യൂ കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ഹസ്ബൻഡിനായിക്കോട്ടെ, നമ്മളെ മക്കൾക്കായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കുക അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഫസ്റ്റ് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ജോബ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അത് ഏത് വഴിയാണ്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഏത് വഴിയാണ് എന്ന് നോക്കുക. അവരെ ഇങ്ങനെ നിരന്തരം നമ്മൾ കോൾ ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടായിക്കോട്ടെ,
ഇങ്ങനെ അവർക്ക് എപ്പോഴും നമ്മൾ അവരെ പിന്നാലെ നടക്കുന്നത് ഇഷ്ടമല്ല. എന്താ ഒരു ഇറിറ്റേഷൻ മാതിരി ഫീൽ ചെയ്യും. അവർക്ക് സ്നേഹമല്ല ഉണ്ടാവാൻ ആ സമയത്ത്, ദേഷ്യമാണ് വരാൻ. ആ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെന്താവും, നമുക്ക് സങ്കടമാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് അകലം പാലിക്കുക, നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുക. നമ്മളിലേക്ക് ഒതുങ്ങിയിട്ട് നമ്മുടെ കാര്യങ്ങൾ കുറച്ച് മുൻതൂക്കം കൊടുത്തിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവൾക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് അന്നേരം ഫീൽ ചെയ്യും ഹസ്ബൻഡിന്. ഇവളെന്താ എന്നെ അധികം ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ വാട്സപ്പിലായിക്കോട്ടെ എന്താ മെസ്സേജസ് ഒന്നും കാണാത്ത, എന്താ കോൾ ലിസ്റ്റിൽ ഇവളത് കാണാത്ത, പോട്ടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്താ മെയിൻറ്റ് ചെയ്യാത്ത. കുറച്ച് ഒന്ന് ഒതുങ്ങാൻ ശ്രമിക്കൂ. ഇങ്ങനെ ഒരാളെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. തിരിച്ച് നമ്മളോടാണെങ്കിൽ നമുക്കും ഒരു എന്താ പറയുക, വല്ലാത്തൊരു ശല്യം പോലെ തോന്നും. കാരണം അവരുടെ സ്പേസിലേക്ക് അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് കൂടുതൽ അവരെ ഇങ്ങനെ എന്താ പിടിച്ച് അടുപ്പിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സ്പേസ് വേണം. സ്ത്രീകളെ പോലെയല്ല. അപ്പം അവരാ ഒരു സ്പേസിന് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ വിട്ടിട്ട് അവർ പോവുകയൊന്നും ചെയ്യൂല. നിങ്ങൾ വിട്ടിട്ട് പോകുന്നവർ പോവുമായിരിക്കും, അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മളൊരു ഫ്രീഡം കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും അവർക്ക് തീരെ നമ്മൾ എന്താ പറയണ്ടേ, ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് നിന്നാലാണ് നമ്മളെ വിട്ടിട്ട് പോവാണ്ട് നിൽക്കുക എന്നുള്ളത്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കുറച്ചൊക്കെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാനും, ചങ്ങായിമാരായിട്ടുള്ള ഇതായിക്കോട്ടെ എന്തോ, നമ്മൾ കുറച്ചൊരു ഫ്രീഡം കൊടുക്കുക. നമ്മളിലേക്കും ഒതുങ്ങിയിട്ട് അവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ആവാലോ. നമ്മളുടെ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുക. അപ്പോൾ തന്നെ കുറേയെല്ലാം മാറ്റങ്ങൾ വരും. നിങ്ങൾ നോക്കുക, അപ്പോൾ തന്നെ കുറേയെല്ലാം മാറ്റങ്ങൾ വരും. കാരണം ആണുങ്ങൾ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ്. അവരെ ഈ പിന്നാലെ നടന്നിട്ട് എത്ര ആണുങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വൈരം തരുവില്ല, സ്നേഹിച്ച് കൊല്ലുകയാണെന്നൊക്കെ. അപ്പോൾ അവരധികം അതൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. അവർക്ക് വേണ്ടത് അവർ ഒന്ന് വീണ് കിടക്കുന്ന സമയത്ത്, തകർന്ന് കിടക്കുന്ന സമയത്ത്, ബിസിനസ് എല്ലാം പൊട്ടിയ സമയത്ത്, അങ്ങനെ കണ്ട സമയങ്ങളിലൊക്കെ നമ്മുടെ കെയറിങ്ങും എല്ലാം ആവശ്യം വരുന്നത് ആ സമയത്താണ് അവർക്ക്. അല്ലാണ്ട് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ത്രീക്കാണ് എപ്പോഴും അവളെ ഇങ്ങനെ സ്നേഹിച്ച് തലോടിക്കൊണ്ടിരിക്കേണ്ടത് സ്ത്രീക്കാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവന് ആവശ്യമില്ല. അപ്പം നമ്മളുടേതായിട്ടുള്ളൊരു ക്യാരക്ടറിൽ നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കുമ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ടും അവർക്ക് എന്താകുന്നു, നല്ലൊരു ബഹുമാനം തോന്നും, നല്ലൊരു റെസ്പെക്റ്റ് തോന്നും. എൻ്റെ ഭാര്യ നല്ലവളാണ്, എന്നെ ഒന്നും ഇടങ്ങാറാക്കാൻ അവൾ വരുന്നില്ലല്ലോ. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയുക, ചൊറിയുന്നില്ലല്ലോ എന്ന് പറയൂ, ചൊറിഞ്ഞു വരുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ള. സ്ത്രീകളിലേക്ക് ഒതുങ്ങിയിട്ട് അവരവരുടേതായിട്ടുള്ള ലോകം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ എന്തിനായിക്കോട്ടെ, ഏത് കാലം, ഈ കാലം എന്നല്ല പണ്ടുള്ള കാലം മുതൽക്കേ നമ്മളെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. അതിപ്പോൾ ഒരു ജോലിൻ്റെ കാര്യത്തിനും പൈസൻ്റെ കാര്യത്തിനും വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തൊരു കാര്യം ചെയ്യാന്നെങ്കിലും അവരുടെ ചോയ്സ് അല്ലേ, ഭർത്താവിന് ഇഷ്ടമാണോ അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് അത് കേട്ടിട്ട് മാത്രം ചെയ്യുക. നമ്മളെ എന്ത് കാര്യമെന്നെങ്കിലും നമ്മൾ അവരോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ അവരങ്ങനെയല്ലല്ലോ. അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കൂടുതലും പുരുഷന്മാർ അവരുടെ കൂട്ടുകാരൊത്തിട്ട് പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. പിന്നെ എക്സ്ക്യൂസ് പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ ഓരോന്ന് നിരത്തും എന്നല്ലാണ്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പം അതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളും എല്ലാ കാര്യങ്ങളും അവരെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണ്ട. കുറച്ചൊക്കെ നമ്മളെ ഇഷ്ടത്തിന് വാല്യൂ കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നോക്കുക. അവരെ നിഷേധിക്കുക എന്നല്ല ഇതിനർത്ഥം കേട്ടോ, നെഗറ്റീവായിട്ട് വരണ്ട. അവരെ നിഷേധിക്കുക എന്നല്ല ഇതിനർത്ഥം. മെയിനായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവരോട് നമ്മൾ അനുവാദം ചോദിക്കണം, അത് വേണം. പക്ഷെ അങ്ങനെയല്ല, അല്ലാണ്ട് വീട്ടിലെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ.
എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ഇവൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം ഇങ്ങനെ വിളിച്ച് പറയുന്നവർ ഭാര്യമാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തിയിട്ടാണ് പറയുന്നത്, ഒന്ന് സൈലൻ്റ് ആക്കാൻ നോക്കുക, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒന്ന് സൈലൻ്റായിട്ട് നമ്മളിലേക്ക് ഒതുങ്ങിയിട്ട്, നമ്മളൊരു ക്യാരക്ടറാണ്, നമ്മളൊരു വ്യക്തിത്വമാണ്, നമ്മൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കണം, ഒരു റെസ്പെക്റ്റ്, നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾക്ക് തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് ഹസ്ബൻഡായി കഴിഞ്ഞാലും നമ്മൾക്കൊരു വിലയും ഉണ്ടാവില്ല അവിടെ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അന്നേരം കാണാം. എല്ലാ കാര്യങ്ങളും നമ്മളെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പില്ലാണ്ട് നമ്മൾക്ക് ചെയ്യാനാവൂല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ തോൽവി. ആ ഹസ്ബൻഡിൻ്റെ മുമ്പിലും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന, മക്കളെ കാര്യമായിക്കോട്ടെ, നമ്മളെ കാര്യമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പില്ലാണ്ട് നമ്മൾക്ക് ആവൂല, അവരില്ലാണ്ട് നമ്മൾക്ക് ജീവിക്കാനാവൂല എന്നെല്ലാം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ എന്താന്ന്, അവർക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അവളവിടെ വീട്ടിലുണ്ട്, അവളവിടെ മക്കളെ നോക്കിയിട്ട് അവിടെ ഉണ്ട്, നമ്മളേത് നേരം പുറത്തിറങ്ങാൻ സമ്മതിക്കൂല, ഇങ്ങനെ കോൾ ചെയ്ത് ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കും. അപ്പം അതിനെല്ലാം ഒരു സൊല്യൂഷൻ വേണ്ടേ? നമ്മൾക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, സ്ത്രീക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ കുറച്ച് പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് പറയേണ്ടത്. മറ്റുള്ളവർ നല്ല സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മളെ സ്നേഹിക്കപ്പെടുക, മറ്റുള്ളവരാൽ നമ്മളെ ബഹുമാനിക്കപ്പെടുക, നമ്മൾക്ക് കുറച്ച് വാല്യൂ തരിക, ഇതെല്ലാം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, എസ്പെഷ്യലി നമ്മളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന്, അല്ലേ? അപ്പം അതിനെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ തൊട്ടതും പിടിച്ചതും ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മക്കളുടെ കാര്യങ്ങളെല്ലാം സ്വയം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ജോലിയില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഒരു കുഞ്ഞു ജോലിയെങ്കിലും നേടാൻ ശ്രമിക്കുക. മരണം വരക്കും ജീവിതം എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ് നാളത്തോടു കൂടി തീരുന്നതല്ലല്ലോ ജീവിതം. ലൈഫ് ലോങ് നമ്മൾ ആ ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ അവിടെ സ്വരച്ചേർച്ചകൾ ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എത്ര പെട്ടെന്ന് ബന്ധങ്ങളെല്ലാം തീർന്നു പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറുടെ കുറ്റങ്ങൾ മാത്രം നമ്മൾ വിളിച്ചു പറയും, നമ്മുടെ തെറ്റ് അവിടെ മറച്ചു പിടിക്കും. അതിനു പകരം നമ്മളടുത്ത് എന്താണോ തെറ്റ്, അല്ലെങ്കിൽ തെറ്റ് പോട്ടെ, നമ്മളെ സ്വഭാവത്തിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത് എന്നല്ല നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നമ്മൾ എന്താ പറയണ്ടേ, അവർക്ക് കുറച്ച് ഒരു ഹെൽപ്പ് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, അവർ വീണ് കിടക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലായിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ നമ്മളെ ഭാഗത്ത് നമ്മൾക്ക് കുറച്ച് എന്ത് വേണം, കുറച്ച് കരുത്ത് വേണം, എല്ലാ കാര്യത്തിലും വേണം. അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ ഏതൊരു ആണിനായാലും ആ പെണ്ണിനോട് കുറച്ചൊരു ബഹുമാനം തോന്നും. അല്ലെങ്കിൽ അവളവിടെ ഒരു വീട്ടമ്മയായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു പുച്ഛഭാവമായിരിക്കും അധികം ആണുങ്ങൾക്ക് ഉണ്ടാവാൻ. എന്നുവെച്ചാൽ നമ്മളൊരു അടിമ കണക്കെ ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വയം തരം താന്ന് ജീവിക്കുന്നു എന്ന് മാത്രം. അവർ നമ്മളോട് പറയുന്നില്ലല്ലോ ഇങ്ങനെ തരം താന്ന്, അവരെ പിന്നാലെ പോയിട്ട് അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളല്ലേ അവരെ പിന്നാലെ തന്നെ അവരില്ലാണ്ടാവൂല എന്ന സ്ഥിതിയിൽ നമ്മളല്ലേ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ടിപ്സുകളാണ്, ആരും നെഗറ്റീവായിട്ടൊന്നും വരണ്ട, നല്ല രീതിയിലാണ് പറഞ്ഞു തന്നത്. ഒരാളെ നമ്മൾ പിന്നാലെ നടന്നിടങ്ങാറാക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ബാക്കോട്ട് പോയിട്ട് നമ്മൾക്കൊരു വാല്യൂ കൊടുക്കണം കേട്ടോ. എന്നും സ്ത്രീകൾ എന്നും നമ്മൾക്കൊരു വാല്യൂ, സ്വയം സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി നോക്കും. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാത്തവർ പോലും നിങ്ങളെ സ്നേഹിക്കും, ബഹുമാനിക്കും, എല്ലാം ചെയ്യും. നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തും, നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ഓൺലൈൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.